എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കേര ചൂര അച്ചാറാണ്. അത് ഞാനത് മീനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, നാരങ്ങ നീര് എല്ലാം കൂടെ പുരട്ടി വെച്ച് വറുത്ത് കോരി വെച്ചേക്കുകയാണ്. ഇത് വറുത്ത് കോരി വെച്ചത് 2-3 പെരിഞ്ജീരകം വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്നത്. സമയക്കുറവ് കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുക. അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ശകലം ജീരകം, ഉള്ളിമുളക് വറുക്കാൻ, ഇതിൻ്റെ മസാല എന്ന് വെച്ചാൽ ഇത്തിരി കടുക്, ഉലുവ, കുരുമുളക് വറുത്ത് പൊടിച്ചത്, പച്ചമുളക് ഒരെണ്ണം. പിന്നെ ഇനി അരപ്പിന് വേണ്ടിയുള്ളത് മുളകും മഞ്ഞളും നാരങ്ങ നീരിനകത്ത് കുഴച്ച് വെച്ചേക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ്. ഇനി വിനിഗർ, വിനാഗിരി. ഇതൊക്കെ ശരിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. എണ്ണ ഇച്ചിരി കൂടി നിൽക്കണം. എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇപ്പോൾ ശരിയാക്കുന്നത്. പച്ചെണ്ണ എടുത്തിട്ടില്ല. പച്ചെണ്ണ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എണ്ണ തിളക്കട്ടെ. എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് കടുകിട്ടു, ഉള്ളി മുളക് ഇട്ടു. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നോക്കിട്ട് നല്ലോണം ചുമക്ക നോക്കണം കേട്ടോ. സിമ്മിൽ വെച്ചിരുന്നാൽ മതി, എളുപ്പമൊന്നത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഞാനൊരു പരന്ന പാത്രം എടുത്തതാണ് കേട്ടോ. പരന്ന പാത്രം ആകുമ്പോൾ എളുപ്പം ശരിയാക്കാൻ സുഖമാണ്. മീനൊക്കെ ഇതിനകത്ത് നല്ല മൊരിഞ്ഞിരിക്കും. കുഴിയനെടുത്താൽ എണ്ണ കൂടുതൽ ഒഴിക്കുകയും വേണം, നമുക്കത് അത്ര അളവ് തെറ്റുകയും ചെയ്യും. എന്നിട്ട് പരന്ന പാത്രത്തിലാകുമ്പോൾ അതിൻ്റെ കൂടെ വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം. ഇത്ര നല്ലോണം നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ: ഉള്ളിയും മുളക്, കറിവേപ്പില, അതെല്ലാം ഇട്ടതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ ഇത് മൂപ്പിക്കാനകത്ത് ഇട്ടേക്കുന്നു. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇത് നല്ലവണ്ണം വറുക്കണം. നല്ല ചുമന്ന കളറാവണം. വെളുത്തുള്ളിയൊക്കെ നല്ല വേവണം. ഇതൊന്ന് ചെയ്ത് നോക്കണം. പെരിഞ്ജീരകം ഇടുന്നത്, ആരും പെരിഞ്ജീരകം ഇട്ട് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഞാനിന്ന് പെരിഞ്ജീരകം ഇടുന്നത് ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഈ പെരിഞ്ജീരകം ശകലം ഇട്ടിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ഇട്ട് നോക്കണം. കടുക് വറുക്കാൻ അത് കണക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലും എടുക്കണം. കാരണം ഇടയ്ക്ക് വെളുത്തുള്ളി ഒരെണ്ണം കിട്ടിയാൽ ഇത് ചൂരയൊക്കെ ചിലവർക്ക് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നത്. വായുകോപം ഒന്നും ഉണ്ടാകത്തില്ല. വായുകോപം ഉണ്ടായോ ചിലപ്പം മീനച്ചാറ് ചൂരയൊക്കെ ഭയങ്കര കട്ടിയുള്ളതായതുകൊണ്ട് പെട്ടെന്ന് കയറി വൈകും. അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടണം. ഒറ്റ പച്ചമുളക് ഇടാവും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്വമായിരിക്കും. നല്ലോണം ഇത് മൂത്ത് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ചെയ്യണം.
എല്ലാം ഞാൻ പരമാവധി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുന്നു. എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എണ്ണയൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ ഇന്നിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഉണ്ടാക്കുന്നതോളം ഉണ്ടാകും വെളിച്ചെണ്ണ. പക്ഷേ നമുക്ക് വെച്ചിരിക്കാനും ഒരു 3 മാസമൊക്കെ നമുക്ക് മീനച്ചാറൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. നല്ലെണ്ണയിൽ മാത്രമേ ഉണ്ടാക്കൂ. അല്ലെങ്കിൽ കടുകെണ്ണയിൽ ഉണ്ടാക്കണം. പാം ഓയിലോ അങ്ങനെയുള്ള എണ്ണകളിലൊന്നും അച്ചാറുണ്ടാക്കാൻ പാടില്ല. എത്രയും എണ്ണ കുറച്ചെടുക്കാവോ അത്രയും നല്ലതാണ്. ഇപ്പോൾ എല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചൂരയാണ് കേട്ടോ. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകല മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചതച്ച് അരമണിക്കൂർ വെച്ചിരുന്ന് വറുത്ത് കോരുക. സമയക്കുറവ് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് പെട്ടെന്ന് അങ്ങനെ വറുത്ത് കോരിയത് കേട്ടോ. വറുത്ത് കോരുന്ന വെച്ചാൽ കാരണം എല്ലാവർക്കും അറിയാമല്ലോ വറുത്ത് കോരാനൊക്കെ. ഇട്ട സാധനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇച്ചിരി ഒന്ന് മൂക്കണം. ഇതിനകത്തിടുന്ന തന്നെ ഇത്തിരി ഒന്ന് മൂക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ അച്ചാറിടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പരന്ന പാത്രം എടുക്കാൻ കാരണം ഈ മീൻ ഈ വെളുത്തുള്ളിയിലും എല്ലാത്തിലും കിടന്നിങ്ങനെ മൂക്കണം. കുറച്ചും കൂടി നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്നിട്ടാണെങ്കിലും ഇത് കുറച്ചും കൂടി ഒന്ന് മൂത്താൽ ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടും. കണ്ടോ എല്ലാം നല്ല ലെവലായിട്ട് കിടക്കുന്നത്. നല്ലോണം സിമ്മിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. സിമ്മിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതാവും. കാണാൻ പറ്റുന്നല്ലോ എല്ലാവർക്കും ഇല്ലേ? ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിപ്പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കണേ. ഒരു കൈ കൊണ്ടല്ല വീഡിയോ ഫോൺ ഒരു കൈ കൊണ്ട് പിടിച്ചിരുന്നിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഈ കറങ്ങുന്നത് കൊണ്ട് എല്ലാവർക്കും തലവേദന എടുക്കുന്നത് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ക്ഷമിച്ചേരെ കേട്ടോ. പരമാവധി ഞാൻ ചെയ്യുകയാണ്. ഇപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട്. ഒന്ന് അധികം മൂപ്പിക്കരുത്. മൂപ്പിച്ച റബ്ബർ കണക്കായിപ്പോൾ ഈ അച്ചാറുകൾ അധികം അങ്ങോട്ട് കരിക്ക് വറുത്ത് പോരരുത്. ഒരിച്ചിരി പദം വേണം ചവയ്ക്കുമ്പോൾ. അതുകൊണ്ട് അധികം മൂപ്പിക്കാതെ ഇത്രയും മൂത്താൽ മതി. അതിനകത്ത് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ കടുക്, ഉലുവ, കുരുമുളക് ഇത്രയും വറുത്തതാണ്. അത് ഇതിനകത്തിടണം. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പൊടിയാണിത് കേട്ടോ. അത് ഇത്ര ഇട്ടു. ഇളക്കി കൊടുക്കുക. ഒരു ദിവസം ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചൂരയാണ് വാങ്ങിച്ചത്. കുറച്ച് മതി. അതുകൊണ്ട് ഇത് ഞാൻ ശകലവേ ഉണ്ടാക്കുന്നുള്ളൂ. അധികം ഉണ്ടാക്കുന്നില്ല. ഇതിനകത്ത് 2 സ്പൂൺ വിനീഗറാണ് ഒഴിക്കുന്നത്. വിനീഗർ ഇതിനകത്ത് തിളപ്പിക്കണം. 2 സ്പൂൺ വിനീഗർ അത്രയും ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ നാരങ്ങ നീരിനകത്തോ വിനീഗറിനകത്തോ ആക്കി വെച്ചിരുന്നതാണല്ലോ. ഇനി ഇതിനകത്ത് അരപ്പുണ്ട്. അരപ്പ് എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പിന്നെ ഇടും കുറച്ച് കായം ഇടും. അത് ലാസ്റ്റ് കുറച്ച് കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി. ഇനി അത് ചൂടുവെള്ളത്തിനകത്ത് കുഴയ്ക്കണം.
ചൂടുവെള്ളത്തിനകത്ത് ഈ അരപ്പൊന്ന് കലക്കണം. കലക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കണം. പരന്നെടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എണ്ണയൊക്കെ എത്ര ഉണ്ടെന്ന്, മീനൊക്കെ എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാൻ പറ്റും, അരപ്പ് പിടിച്ച് വരുന്നതൊക്കെ. കണ്ടോ? അച്ചാർ നല്ല രസമുള്ള അച്ചാറാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കി ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ അച്ചാർ. തണുക്കുമ്പോൾ ഉപ്പയ്യകത്താക്കി വെച്ചിരുന്നു. വെളിച്ചെണ്ണയിലായതുകൊണ്ട് ഒരു മൂന്നാഴ്ചയൊക്കെ കൊണ്ട് ഉപയോഗിച്ച് തീർക്കണം. വെളിച്ചെണ്ണ കൂടുതൽ ചീത്തയാവും. അതാ, നല്ലെണ്ണയിലൊക്കെ ആണെങ്കിൽ കിടന്നോളൂ. അച്ചാറാണ്, മീനച്ചാർ. ഇത്രയേ ഉള്ളൂ. ഇനി തണുക്കുമ്പോൾ ഒരു കുപ്പിയിലാക്കി മാറ്റി വെച്ചിരുന്നാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാനൊരു ചെറിയ വീഡിയോസാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.